ഗതാഗതം തടസ്സപ്പെടുത്തി നടു റോഡിൽ CPMന്റെ ഏരിയ സമ്മേളന വേദി വഞ്ചിയൂരിൽ ജില്ലാ കോടതി സമുച്ചയത്തിന് മുന്നിലാണ് വേദി ഒരുക്കിയിരിക്കുന്നത്. വേദി നിർമ്മാണം ആരംഭിച്ച ഇന്നലെ മുതൽ ഗതാഗതം തടസ്സപ്പെട്ട അവസ്ഥയാണ്. പൊതു ഇടങ്ങളിലെ പരിപാടികളിൽ ഹൈക്കോടതി ഇടപെടൽ നിലനിൽക്കുകയാണ്. കോടതിക്ക് മുന്നിൽ വഞ്ചിയൂർ കോടതിക്ക് മുന്നിൽ വേദി ഒരുക്കി CPM സമ്മേളനം നടത്തുന്നത്. റിനു ശ്രീധർ ചേരുന്നുണ്ട്. റിനു, ഇപ്പോൾ ഗതാഗത കുരുക്കൊക്കെ അനുഭവപ്പെടുന്നുണ്ട്. അവിടെ വേദി നിർമ്മാണം പൂർത്തിയായിരിക്കുന്നു. ഇപ്പോൾ നാടകത്തിനുള്ള ഒരുക്കങ്ങളാണ്, വേദി സജ്ജമാക്കുകയാണ് അവിടെ എന്നാണ് മനസ്സിലാക്കുന്നത്. വാഹനങ്ങളൊക്കെ കടന്നു പോകാൻ കഴിയുന്നൊരു സാഹചര്യമുണ്ടോ? ഏറ്റവും വലിയ പ്രശ്നം ഒരു റോഡ് ഒന്നാകെ അടച്ചിട്ടിട്ടാണ് ഈ വേദി പണിതിരിക്കുന്നത് എന്നാണ്. തീർച്ചയായും വിനീത, ഇപ്പോൾ നമുക്ക് കാണാം സ്കൂളൊക്കെ വിട്ടുവരുന്ന ഒരു സമയമാണ്. അതുകൊണ്ട് തന്നെ പൂർണ്ണമായി ഗതാഗതം സ്തംഭിച്ചിരിക്കുന്ന ഒരു സാഹചര്യമാണ് നിലവിൽ ഉള്ളത്. സ്കൂൾ കുട്ടികളൊക്കെ തന്നെ ഓട്ടോറിക്ഷയിലും ഒക്കെ തന്നെ വരുന്നൊരു സാഹചര്യം, അവരെ മാതാപിതാക്കളൊക്കെ തന്നെ വിളിച്ചുകൊണ്ടുവരുന്ന ഒരു സാഹചര്യം. ഇതിപ്പോൾ നിലവിൽ നോക്കുമ്പോൾ വഞ്ചിയൂർ ജില്ലാ കോടതിയുടെ മുൻവശത്തുള്ള പ്രധാന റോഡാണ്. അതായത് ജനറൽ ആശുപത്രി, ചാക്ക ബൈപ്പാസ് ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിലേക്ക് പോകേണ്ടുന്ന പ്രധാന റോഡാണ് CPM പാളയം ഏരിയ സമ്മേളനത്തിന്റെ ഭാഗമായി കെട്ടിയടച്ചിരിക്കുന്നത്. ഇവിടെ നിന്ന് ഒരു വശത്തേക്ക്, അതായത് തമ്പാനൂരിലേക്ക് പോകാൻ ഒരു വശത്തെ റോഡ് അത് പൂർണ്ണമായി തുറന്നിട്ടുണ്ട്. പക്ഷേ അതുവഴിയാണ് ഇപ്പോൾ ഇരുവശത്തേക്കും വാഹനങ്ങൾ പോകുന്നത്. അതുകൊണ്ട് തന്നെ പൂർണ്ണമായി ഗതാഗതം സ്തംഭിച്ചിരിക്കുന്ന ഒരു സാഹചര്യം കൂടിയാണ്. അല്പസമയം കൂടി കഴിയുമ്പോൾ ഓഫീസ് സമയം അവസാനിക്കും 5 മണിയോടുകൂടി. ഈ 5 മണിയോടുകൂടിയാണ് ഇവിടെ പൊതുസമ്മേളനം ആരംഭിക്കുമെന്ന് നമുക്ക് ലഭിച്ചിരിക്കുന്നത്. CPMന്റെ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദ മാഷാണ് ഈ ഒരു പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് സംസാരിക്കുന്നത്. ആ സമയമാകുമ്പോഴേക്കും ഇടതുവശത്ത് കാണുന്ന ജില്ലാ കോടതി, അതുപോലെ തന്നെ ജനറൽ ആശുപത്രി, അതുപോലെ തന്നെ സാക്ഷരതാ മിഷൻ ഉൾപ്പെടെയുള്ള ഓഫീസ് സമുച്ചയങ്ങൾ ഉൾപ്പെടെയുണ്ട്. ഇവിടെ നിന്നൊക്കെ തന്നെ ഉദ്യോഗസ്ഥർ പുറത്തേക്ക് വരും, വാഹനങ്ങളിൽ വരും. ഇവിടെ പൂർണ്ണമായും ഗതാഗതം സ്തംഭിക്കുന്ന ഒരു സാഹചര്യവും വരും. എന്തായാലും CPM പോലുള്ള ഒരു സംഘടന, സംസ്ഥാനം ഭരിക്കുന്ന സംസ്ഥാന സർക്കാരിന്റെ ഭാഗമായിട്ടുള്ള സംഘടന പൂർണ്ണമായും ഈ ഒരു റോഡ് പൂർണ്ണമായും കെട്ടി അടച്ചിരിക്കുന്ന ഒരു സാഹചര്യമാണ് നിലവിൽ ഉള്ളത്. ചേട്ടാ, ഇത് റോഡിന് ഞങ്ങൾ വണ്ടി വയ്ക്കുന്ന സമയത്ത് നിങ്ങൾക്ക് തടസ്സം ഉണ്ടാക്കുന്നു. ഇതേപോലെ ഒരു പബ്ലിക് പ്രോപ്പർട്ടി വളരെ ഇതായിട്ട് പോലീസിന് സാന്നിധ്യത്തിൽ ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾ കോടതി സ്റ്റാഫാണ്, നമ്മൾ കോടതിയിൽ വർക്ക് ചെയ്യുന്ന ആളാണ്, ഞാനൊരു അഭിഭാഷകനായിട്ട് വർക്ക് ചെയ്യുന്ന ആളാണ്. പോലീസ് ഈ വാഹനം പോലും വെക്കാൻ പറ്റില്ല. ഇവർക്ക് ഇതിനെതിരെ സംസാരിക്കാൻ അവർ കഴിയുന്നില്ല. പബ്ലിക്കിന്റെ റോഡ് എന്ത് പാർട്ടി ഇത് എവിടെയാണ്? BJP-ക്കാർ ചെയ്താൽ സമ്മതിക്കില്ലല്ലേ? ഇവിടെ കേന്ദ്രം ഭരിക്കുന്നത് BJP ചെയ്യില്ലല്ലേ? ഇനി BJP പാർട്ടി ഇങ്ങനെ ചെയ്യൂ? കേരളം ഭരിക്കുന്ന നരേന്ദ്രമോദിയുടെ ചെയ്യൂലല്ലോ, ഇങ്ങനെ ചെയ്യൂലല്ലോ ഇത്. വിനീത, ഇവിടെ ഈ റോഡിന്റെ വശത്തായിട്ട് ഒരു ബൈക്ക് പാർക്ക് ചെയ്യാൻ വന്നപ്പോൾ പോലീസ് അവിടെ വെക്കാൻ പാടില്ല എന്ന് പറഞ്ഞു. അതിലൊരു പ്രതികരണമാണ് അദ്ദേഹം നടത്തിയത്. ഈ റോഡ് പൂർണ്ണമായും കെട്ടിയടച്ചുകൊണ്ട് ഈ വേദി പണിഞ്ഞിരിക്കുന്നു. അതിൽ പോലീസിനോ ഒരു പ്രതികരണമില്ല. പക്ഷെ ഒരു വാഹനം വെച്ചപ്പോൾ എന്തിനു പ്രതികരിക്കുന്നു എന്നുള്ളതാണ്. ഈ വേദിക്ക് തൊട്ടു പുറകിലായിട്ടാണ് വഞ്ചിയൂർ പോലീസ് സ്റ്റേഷൻ വരുന്നത്. ആ വഞ്ചിയൂർ പോലീസ് സ്റ്റേഷനിലേക്കുള്ള പ്രധാന കവാടം പോലും കെട്ടിയടച്ചിരിക്കുന്ന ഒരു സാഹചര്യമാണ് ഈ വേദി വന്നതോടുകൂടി. ഈ വേദി കെട്ടിയടച്ചും എന്ന് മാത്രമല്ല, ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, പൊതുസമ്മേളനത്തിന് ശേഷം KPSCയുടെ നാടകം കൂടി ഇവിടെ അരങ്ങേറുന്നു എന്നുള്ളതാണ്. ഈ നാടകം കൂടി കഴിയുമ്പോഴേക്കും അർദ്ധരാത്രിയാകും. ഇന്നലെ വൈകുന്നേരത്തോടെ, അതായത് ഉച്ചയ്ക്ക് ശേഷമാണ് ഈ ഒരു വേദിയുടെ നിർമ്മാണം ആരംഭിച്ചത് എന്നുള്ളതാണ് നമുക്ക്. ഏതായാലും റോഡ് കൊട്ടിയടച്ചുകൊണ്ട് തന്നെയാണ് സമ്മേളന വേദി ഒരുക്കിയിരിക്കുന്നത് എന്നതാണ്. നാടകവും അവിടെ നടക്കാൻ പോകുന്നുണ്ട്. അതാണ് റിനു ശ്രീധർ റിപ്പോർട്ട് ചെയ്തത്.